അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണ നൈപുണ്യമുള്ള ആളാണ് നമ്മുടെ മൂവാറ്റുപുഴ അംഗമെങ്കിലും രേഖയെ കിടക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, മൂവാറ്റുപുഴ അംഗം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഈ റാങ്കിൽ വന്നിട്ടില്ല. സർ, ഈ രണ്ട് വസ്തുതാപരമായ അല്ലാത്ത കാര്യങ്ങൾ ഇവിടെ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിച്ച് രേഖകളുടെ ഭാഗമാകും എന്നതുകൊണ്ടാണ് അങ്ങേടല്ല ഞാൻ ഈ ഘട്ടത്തിൽ ഇടപെടുന്നത്. ഒന്ന്, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണ നൈപുണ്യമുള്ള ആളാണ് നമ്മുടെ മൂവാറ്റുപുഴ അംഗമെങ്കിലും രേഖയെ കിടക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, മൂവാറ്റുപുഴ അംഗം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഈ റാങ്കിൽ വന്നിട്ടില്ല. അതെന്തോ സേ പരീക്ഷ എഴുതിയ പോലെയാണ്, നമ്മൾ ആസ്പിരന്റിലാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. അത് അദ്ദേഹം നിൽക്കുന്നത് 2020 റാങ്കിങ്ങില്ല. അതിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, നമ്മൾ ആസ്പിരന്റിലായിരുന്നു. ഇപ്പൊ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ്, BRAP ആണ്, 2021 മുതൽ തന്നെ. അതിൽ അദ്ദേഹം പറഞ്ഞ അന്ന് ശരിയായിരുന്നു, നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു. എമർജിങ് ആസ്പിരന്റ്, അച്ചീവർ, ടോപ്പ് അച്ചീവർ ആണ് അന്ന്. അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ 9 എണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. 5 എണ്ണത്തിൽ ആന്ധ്രാപ്രദേശ്, 5 എണ്ണത്തിൽ ആന്ധ്രാപ്രദേശ് അവർ രണ്ടാമതായിരുന്നു. ഇപ്പൊ ദാവോസിൽ വെച്ച് ശ്രീ ചന്ദ്രബാബു നായിഡുവിനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം, ഞങ്ങളുടെ സ്ഥാനം നിങ്ങളല്ലേ തട്ടിയെടുത്തത്, ഞങ്ങൾ തിരിച്ചു പിടിക്കുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം. ഇതേവരെ ആന്ധ്രയായിരുന്നു ഒന്നാം സ്ഥാനം. എന്നിട്ട് നമ്മൾ വ്യവസായത്തിന് ഒന്നാം സ്ഥാനമായെന്നല്ല നമ്മൾ പറയുന്നത്. വ്യവസായത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ റിഫോംസ് പ്ലാനിൽ നമുക്ക് അംഗീകാരം കിട്ടി. അവന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 2021 മുതൽ. ഇത് ലോകബാങ്കിന്റെ ഘട്ടത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 2021 മുതൽ അതാണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. അല്ലാതെ വേറെ റാങ്കിങ് ഇല്ല ഇന്ത്യയിൽ. ഏക റാങ്കിങ് അതാണ്. അതുകൊണ്ട് ഇന്നിപ്പോ ഒരു അഭിമാനകരമായ കാര്യം എനിക്ക് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, മസൂറി നമ്മുടെ IAS ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടെ സാധാരണ വിദ്യാഭ്യാസം, ആരോഗ്യത്തിലൊക്കെയാണ് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കാറുള്ളത്. ഇത്തവണത്തെ ബാച്ചിൽ നമ്മുടെ KSIDC MDയെ ക്ഷണിച്ചിരിക്കുന്നത് ഇംപ്രൂവിംഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ സ്റ്റേറ്റ് ഇൻ കേരള ഇറ്റ്സ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് വ്യവസായത്തിന്റെ നേട്ടം അവതരിപ്പിക്കാൻ നമ്മൾ ക്ഷണിക്കുന്നത്. 82 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പദ്ധതി തെരഞ്ഞെടുക്കുകയും 2025 മാർച്ച് 28, 29 തീയതികളിൽ 152 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ കേരളത്തിന്റെ ഈ അച്ചീവ്മെന്റ് അവതരിപ്പിക്കാൻ ക്ഷണിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങളുടെയല്ല, നമ്മുടെ ആകെ നേട്ടമാണ്. മറ്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നമ്മൾ എല്ലാവരും നടത്തിയ ആ പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമാണ്. പക്ഷെ ബഹുമാനായ അംഗം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞത് രേഖയിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ